ഓലയുടെ വാറണ്ടിയും അതുപോലെ ഓലയുടെ ഹൈപ്പർ സർവീസ് എന്നുള്ള മാർക്കറ്റിംഗ് കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ആരും പോയിട്ട് ഇപ്പം ചെന്ന് ചാടരുത്. ഞാനൊരു വണ്ടി എടുത്തപ്പോൾ 3 വർഷം കഴിഞ്ഞ് അതിൻ്റെ എക്സ്റ്റെൻഡ് വാറണ്ടി എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് എടുത്ത ആളാണ്. അപ്പോൾ നിലവിൽ എനിക്ക് ഇപ്പോൾ ഒരു മാസം MC വിഷീൻ്റെ പേരിൽ സർവീസ് സെൻറ്ററിൽ കടന്നു. അപ്പോൾ പിന്നെയും അതേ കംപ്ലയിൻറ്റ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതേ കംപ്ലയിൻറ്റ് വന്നു. പിന്നെ അത് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി കോഴിക്കോട് സർവീസ് സെൻറ്ററിൽ കൊടുത്തു. ഇപ്പോൾ ദാ 2 ആഴ്ചയായി, ഒരു പ്രത്യേകിച്ച് റെസ്പോൺസില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചൂടാകുക. അതൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞതിൽ. പറയാൻ ഇത്രയേ ഉള്ളൂ. ആരും ഓലയുടെ വാറണ്ടിയോ അല്ലെങ്കിൽ സർവീസ് ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടൊന്നും വിചാരിച്ച് ഇതിൽ പോയിട്ട് തല വെക്കാൻ നിൽക്കരുത്. എൻ്റെ വണ്ടി ഇതാ ഇപ്പോൾ അണ്ടർ സർവീസിലുള്ള ഇതന്നെ ആക്കിയെടുക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. എൻ്റെ ഏകദേശം ഇപ്പോൾ 51,000 കിലോമീറ്റർ ഓടിയുണ്ട്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് കിട്ടിയെടുത്തോളം ലാഭം. ഞാനിപ്പോൾ വിചാരിക്കുന്ന അടുത്തത് എനിക്ക് കൺസ്യൂമർ കോർട്ടിലേറ്റോ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് ഒരു മുന്നറിയിപ്പാണ്. നിലവിൽ ഓലയുടെ സർവീസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ കണ്ടിട്ട് അതിൽ പോയിട്ട് ആരും തല വയ്ക്കരുത്. തല വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിച്ച ആൾക്കാരാണെങ്കിൽ, കുറേ പ്രശ്നങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഈ വണ്ടി എടുക്കാം. അല്ലാതെ ഞാൻ ഈ വണ്ടി ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അത്രക്കും മോശം സർവീസാണ്. ഓൾറെഡി യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ടാവും, ഇഷ്ടംമാതിരി വീഡിയോസ് വേണം. ഇതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് 2ാമത്തെ തവണയാണ് ഞാനിത് വീഡിയോ ആക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വരുന്ന സംഭവം ഒരുപാട് തവണ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നേരം നമുക്കത് പറഞ്ഞു കഴിഞ്ഞാലൊരു സമാധാനം.